കിടക്കുന്നതിന്റെ മുമ്പ് തന്നെ കേരളത്തിലെ ഹൗസ് ഹോൾഡുകൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരുന്നു. ഞാനിപ്പോ വെറുതെ ട്രെയിനിൽ സാനിയറിനെ കണ്ട ശേഷം ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ മംഗളം ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങാൻ ആലോചിച്ചിരുന്നെങ്കിൽ വേറെ ആരെക്കാളും വലിയ ഹിറ്റ് ആവുമായിരുന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഹൗസ് ഹോൾഡിലേക്ക് മറ്റെല്ലാ പേരുകൾക്കും എനിക്കൊന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അല്ലെ പിന്നെ വരിക്കാരുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അതിനെ മാറ്റി വീടുകളിൽ അംഗീകരിക്കപ്പെട്ട വീട്ടിലെ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ട്രഡീഷനും ലെഗസിയും പറയാൻ കഴിയാവുന്ന ഒരു പേരാണ്. പിന്നെ പത്രമാധ്യമ രംഗം നമുക്കറിയാം. അത് പിന്നെ അദ്ദേഹം തന്നെ ട്രെയിനിൽ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇവിടെ ഒരു ഒരു ഇടമുണ്ട് നമ്മുടെ എന്റെ മണ്ഡലത്തിൽ നിന്ന് തൊട്ടിൽപ്പാലത്ത്. അപ്പൊ ഇടയ്ക്ക് അവിടെ വരാറുണ്ടോ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു 3 കൊല്ലത്തിന് ശേഷം ഇന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കയറണം എന്ന് പറയുന്നത്. അവ ഈ സ്വന്തം ഒരിടത്തിലേക്ക് 3-4 കൊല്ലത്തിൽ ഒരിക്കൽ പോകാൻ പറ്റാത്ത അത്ര തലവേദന ഇതിന്റെ പുറകെ നിൽക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മുടെ നാട്ടില് ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സത്യാന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്വേഷണാത്മകമായിട്ടുള്ള ഇടപെടലുകളുടെ കാര്യത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലൊരു ലെഗസി മുന്നോട്ട് വെച്ചുള്ള പ്രസ്ഥാനമാണ്. പിന്നെ അങ്ങനെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഇപ്പം എനിക്ക് ഒരു ഹെറിറ്റേജ് ഹാർമണി 2K25 എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം തലശ്ശേരിയിൽ വെച്ച് നടക്കുമ്പോൾ ഒരു വലിയ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും വടകരയുടെ MP എന്നുള്ള നിലയിലും പങ്കെടുക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം മാത്രമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ടും കൂടിയാണ് ഞാൻ കാണുന്നത്. ഈ സമയത്തിന്റെ പേരിലുള്ളായ പ്രയാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മംഗളം ഈ കാലത്തിനനുസരിച്ച് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ ഉപേക്ഷിക്കൊന്നും വേണ്ട. അപ്പൊ ചാനൽ വേറെ അർത്ഥത്തിൽ അതിന്റെ പ്രഷർ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള നമുക്ക് വലിയ പ്രതിസന്ധിയും കോവിഡും പിന്നെ വെള്ളപ്പൊക്കവും ഒക്കെ കൂടെ വരുന്ന ഒരു സമയമാണ്. പക്ഷെ OTT ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിന്റെ സ്വഭാവവും രൂപവും ഒക്കെ മാറി വരെ വന്നിരിക്കുന്ന ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഈ പറഞ്ഞ പോലെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളൊക്കെ പിന്നിടാനുള്ള കരുത്ത് അതിന്റെ ഒരു പാരമ്പര്യത്തിനുണ്ട്. അത് കരുത്തോടെ മുന്നോട്ട് പോട്ടെ. ഹെറിറ്റേജിനെ പറ്റി പറയുമ്പോൾ ലെഗസിയെ പറ്റി പറയുമ്പോൾ എക്കാലത്തും അഭിമാനത്തോടെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പേരാണ് മംഗളം. അത് ഭാവിയിലേക്ക് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചു. മത്സരങ്ങളുടെ ഇടയിൽ അച്ചടി മാധ്യമത്തിന്റെ അസ്തിത്വം പോലും നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു കാലമാണിത്. അതിനിടയിൽ നമുക്കറിയാം എല്ലാ വാർത്തകളും വായനക്കാർ അറിയുന്നതിന് മുമ്പ് തന്നെ, പത്രം അറിയുന്നതിന് മുമ്പ് തന്നെ വായനക്കാർ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഒരു വാർത്ത എങ്ങനെയാണ് സംവേദിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് സാധാരണ വായനക്കാരിലേക്ക് എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകളും ആലോചനകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പത്രത്തിന്റെ പ്രസക്തി നിലനിർത്തുക എന്നുള്ളത് തന്നെ ഏറെ സാഹസം തന്നെയാണ്. അതിനിടയിലാണ് ഒരു പത്രത്തിന്റെ ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ള നിലയിൽ മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച സാക്ഷര കേരളത്തിന് ഉണർവും ഊർജവും പകർന്ന മംഗളം വാരിക എന്നുള്ള ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ പത്രം പ്രസിദ്ധീകൃതമാകുന്നത്. അപ്പോൾ അത്രയും പൈതൃകം പേറുന്ന മലയാളിയെ കൈപിടിച്ച് അക്ഷരത്തിന്റെ വഴിയിലേക്ക് നയിച്ച ഒരു പത്രം അതിന് 35ാം വാർഷികം ആഘോഷിക്കുക എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരവരെടുത്ത് നമുക്കറിയാം, ഒരു വാർത്ത എന്നുള്ളത് ആരെങ്കിലും അസ്വസ്ഥമാക്കുകയോ അല്ല അലോസരപ്പെടുത്തുകയോ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതൊരു ജീവകാരുണ്യത്തിന്റെ പുതിയ വഴിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്
ആ പത്രത്തിൻ്റെ ദൗത്യം സാർത്ഥകമാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യമാണ് മംഗളം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് 35ാം വാർഷികം ഈ തലശ്ശേരിയുടെ മണ്ണിൽ പത്രങ്ങളുടെ മഹത്തായ ഉദാത്തമായ പൈതൃകം പേറുന്ന മണ്ണിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കുന്നത്. അതിനായാണ് നമുക്ക് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. മംഗളത്തിൻ്റെ 35ാം വാർഷിക ആഘോഷ പരിപാടികൾ. മംഗളത്തിന് ഒരു മുഖവരി ആവശ്യമില്ല, ആമുഖം ആവശ്യമില്ല. കേരളത്തിൻ്റെ പത്രപ്രവർത്തന മേഖലയിൽ തനതായ വ്യക്തിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന, മുന്നോട്ട് പോകുന്ന ഒരു ദിനപത്രം. അതിൻ്റെ വാരിക, അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രസിദ്ധീകരണം ഉൾപ്പെടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാന രംഗത്ത് തീർച്ചയായും അതിൻ്റേതായ ശ്രദ്ധേയമായ പങ്കാളി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദിനപത്രം. തലശ്ശേരിയിൽ അതിൻ്റെ ഈ 35ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ തലശ്ശേരിയുടെ ഭൂതകാല ചരിത്രത്തിൻ്റെ സാംസ്കാരിക പ്രബുദ്ധത, വൈജ്ഞാനിക വിദ്യാഭ്യാസ പ്രബുദ്ധത തുടങ്ങി ഉത്ബുദ്ധമായ നിരവധി അനുഭവങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും അകമ്പടിയുണ്ട് ഈ നഗരിയിൽ. മാധ്യമ രംഗത്ത് നിരവധി ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചതാണ് തലശ്ശേരി. അത് ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം തൊട്ട് ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നിരവധി സംഭവ പരമ്പരകൾ, അതായത് നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ തലശ്ശേരി ഒരു ചരിത്രഭൂമിയാണ്. ആ ചരിത്രഭൂമി വെച്ചാണ് മംഗളത്തിൻ്റെ 35ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും പ്രസ്തുതയും എല്ലാം തന്നെ ഉന്നതമാക്കപ്പെടുകയാണ്. ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയമായ ഒരു സ്ഥാപനമെന്ന നിലക്ക് ഈ വർത്തമാനകാലത്ത് ഏറ്റവും നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും നിരവധി കർമ്മപദ്ധതികൾക്ക് രംഗത്തിറങ്ങാനും വ്യത്യസ്തമായതാണ് നമ്മുടെ മാധ്യമലോകം. മാധ്യമലോകം ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ കാവൽ പടയാളികളായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് നിങ്ങൾക്കെല്ലാം അറിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഭരണഘടന, ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം, പരമാധികാരം ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആധാരഭൂതമായ എല്ലാ ഘടകങ്ങളെയും സംരക്ഷിക്കാനുള്ള ചുമതല നിർവഹിക്കുന്നതിൽ സ്വയം ആ ചുമതല നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനത്തെ ശക്തി സ്രോതസ്സുകളായി ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്ക് ഏറെയുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയണം. കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷേ വാർത്തകളുടെ വിശുദ്ധിയും സംശുദ്ധിയും ജനമനസ്സുകളിലേക്ക് സംഗ്രഹിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ പത്രധർമ്മത്തിൻ്റെ അലംഘനീയമായ കർമ്മം നിർവഹിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം.
അതിനെയും നിർവഹിക്കാൻ കഴിയുന്നൊരു പത്രമായി മംഗളത്തിന് തുടരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വർത്തമാനപത്രങ്ങൾ, മാധ്യമരംഗത്തുള്ള ഓരോ സ്ഥാപനങ്ങളും അനിവാര്യമാണ്. അത് പ്രത്യേകിച്ചൊരു ജനാധിപത്യ സംവിധാനം നിൽക്കുന്ന നാടിനകത്ത് ജനകീയ വികാരങ്ങളെ പ്രതിധ്വനിപ്പിക്കാനും ജനങ്ങളിലേക്കും അധികാരവർഗത്തേക്കും വസ്തുതാപരമായി സത്യന്ധമായ കാര്യങ്ങൾ പ്രകാശിതമാക്കാൻ കഴിയുന്ന അധികാരവും സ്വാതന്ത്ര്യദാഹവും അതിനുള്ള പ്രതിബദ്ധതയും ഒക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ കർമ്മം നിർവഹിക്കാൻ കഴിയൂ എന്നാണ് എളിയവനായി എനിക്ക് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പത്രധർമ്മം, ആ പത്രധർമ്മത്തിൻ്റെ കരുത്തും ശക്തിയും, അതിൻ്റെ നിഷ്പക്ഷത, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ ആത്മബോധം, ഇതെല്ലാം തന്നെ പ്രകാശമാക്കാൻ കഴിയുന്ന ഒരു പത്രമാണ് മംഗളം. അതിൻ്റെ പാരമ്പര്യം അതാണ്. മംഗളത്തിൻ്റെ ആസ്ഥാനഭൂമിയായ കോട്ടയത്തും ഇതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവിടെ കാണാനും സന്ദർശിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പത്ര സുഹൃത്തുക്കളെല്ലാം തന്നെ. ഓസിയിലാണെങ്കിൽ ഞങ്ങളുടെ MLA ഓഫീസിന് തൊട്ടപ്പുറത്തായിരുന്നു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രവർത്തിക്കുകയും കാണുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ അദ്ദേഹം മംഗളത്തിലേക്ക് അതിൻ്റെ ചുമതല നിർവഹിക്കാൻ നിയുക്തനാകും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പന്നതയും ജനകീയ ബന്ധങ്ങളും ഇതെല്ലാം മംഗളത്തിൻ്റെ കൂടി പ്രവർത്തന രംഗത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് മറ്റു വസ്തുതയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിന് കളമൊരുക്കാൻ ഇവിടെ സംഘടിപ്പിച്ച മംഗളത്തിൻ്റെ ഈ വാർഷിക പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ചരിത്രഭൂമിയായി നിൽക്കുന്ന തലശ്ശേരിയുടെ മണ്ണിൽ വെച്ച് അത് ആരംഭിക്കുക, അതിൻ്റെ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുക, തുറന്നുള്ള പ്രയാണം ആരംഭിക്കുക എന്നത് തീർച്ചയായും ഏറ്റവും കാലികമായ പ്രാധാന്യമുള്ള ഉചിതമായ ഒരു പത്രധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇതുകൂടി ഞാനിവിടെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഈ 35ാം വാർഷിക പരിപാടി ഞാൻ പറഞ്ഞതുപോലെ നിരവധി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇനിയും വേദിയിരിക്കുന്ന പ്രഭാഷകന്മാരും അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള സമൃദ്ധമായ സമ്പന്നമായ ഒരു വേദിയാണ്. അതുകൊണ്ട് അവർ കൂടി എല്ലാ നിലയിലും ഹൃദയം തുറന്ന് സംസാരിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു സംഗമീയത എന്ന നിലക്ക് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളിവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടകവും സ്നേഹാദര പരിസരം ഭക്താദവും നിർവഹിച്ചതായി അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ഹൃദയം തെറിഞ്ഞ മംഗളം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നമസ്കാരം. നമ്മൾ ആദരിക്കുന്ന മറ്റൊരു ചലച്ചിത്ര നടൻ, സംവിധായകൻ, കലാസ്നേഹി, പ്രഭാഷകൻ, സഹൃദയൻ, സംഘാടകൻ എന്നീ നിലയിൽ ശ്രദ്ധേയൻ, ഇപ്പോൾ വൻകിട ബജറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരിയുടെ പ്രിയപ്പെട്ട സർഗധനൻ സുശീൽ കുമാർ തിരുവങ്ങാട്. പെരുമാറത്തടക്കുന്ന കലാലയത്തിൽ സീനിയർ ലെക്ചറായി സേവനമനുഷ്ഠിച്ച ശ്രദ്ധേയനായ അപൂർവ പ്രതിഭ ശ്രീ A. രവീന്ദ്രൻ. അശരണർക്ക് ഭക്ഷണം നൽകുകയും രോഗാതുരർക്ക് മരുന്നുകൾ നൽകുകയും ചെയ്തുകൊണ്ട് ജീവകാരുണ്യ രംഗത്തെ നിസ്വാർത്ഥ സേവനത്തിന്റെ ആരൂപം ഡോക്ടർ PC അസീനാർ ഹാജി. താങ്ക് യു സർ. മട്ടന്നൂരിന്റെ ആരോഗ്യത്തിനും ജീവിതത്തിനും കാവലായുള്ള മട്ടന്നൂർ ഗ്രേസ് ഹോസ്പിറ്റലിന്റെ സ്ഥാപകൻ, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മലയോര ജില്ലകളായ വയനാട്ടിലെ അശരണരായ ആദിവാസികളടക്കമുള്ള രോഗികളിൽ ജീവകാരുണ്യപരമായി ഇടപെടൽ നടത്തിയ മനുഷ്യ സ്നേഹി ഡോക്ടർ A. ഗ്രാമപഞ്ചായത്ത് കലാകായിക ആയോജന രംഗങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉത്കൃതമായി നിൽക്കുന്ന അതിരൂർ ഗ്രാമപഞ്ചായത്ത് പൊതുജനാരോഗ്യ രംഗത്ത് റിട്ടയർഡ് നേവി ആൻഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ നാരായണൻ പുലിശ്ശേരി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച അവിശ്രമ ജീവിതം നയിച്ചിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വം ഡോക്ടർ നാരായണൻ. സ്കൂൾ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറിയായിരുന്നു.
കേരള പ്രൈവറ്റ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ നിറസാന്നിധ്യമായിരുന്നു. 1996 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. MTTF അന്തർദേശീയ രീതിയിലുള്ള കോഴ്സുകൾ പഠിക്കാനും വ്യക്തിത്വ വികസനം സാധ്യമാക്കാനും പുതിയ സംസ്കാര രീതികൾ ഗ്രഹിക്കാനും MTTF 500 പരം ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള ജോലി സാധ്യതയും ഇനി മുതൽ ഗവൺമെന്റ് നിർധനരായ വിദ്യാർത്ഥികൾ ഗൃഹനിർമ്മാണത്തിനടക്കം ധനസമാഹരണം നടത്തിയ മനുഷ്യ സ്നേഹി പ്രകാശം പേരി കോൺട്രാക്ടർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കണ്ണൂർ ബ്രാഞ്ചിന്റെ മുൻ ചെയർമാൻ, തലശ്ശേരി ലയൺസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ്, കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി യൂണിറ്റ് ചെയർമാൻ, GK മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ എന്നീ നിലകൾ സുവിദിത നാമധേയം ശ്രീ P. മോഹൻ. താങ്ക് യു സർ. ആഫ്രിക്കയിൽ സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ തലശ്ശേരി ധർമ്മടത്ത് സ്ഥാപിക്കുന്ന കർമ്മോന്മുഖൻ. 1997 മുതൽ റൊട്ടേറിയനായി അദ്ദേഹം റോട്ടറി ഡിസ്ട്രിക്ട് 32C4 രംഗത്ത് വ്യാപൃതനാണ്. സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഒട്ടേറെ പദവികൾ വഹിച്ച അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ മംഗളം ആദരിക്കുന്നു. റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ്. കൂടാതെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അസോസിയേഷൻ ചാരിറ്റി വിഭാഗത്തിന്റെ ചെയർമാൻ കൂടിയ ശ്രീ K. അച്യുതൻ ബിനാക്ക എന്ന പേരിൽ തലശ്ശേരിയിൽ പ്രവർത്തിച്ച ജൂഡോ പരിശീലകരായ ഏഷ്യാഡ് താരങ്ങളോടൊപ്പം ശിക്ഷണത്തിൽ ജൂഡോ പഠിച്ചു. കേരളത്തിൽ ആദ്യമായി സാഹസിക പ്രവർത്തനങ്ങൾ കരാട്ടയുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച് പരിചയപ്പെടുത്തിയത് ശ്രീ മുരളിയായിരുന്നു. ജപ്പാൻ ആസ്ഥാനമായ നിഹോൺ ഷോട്ടോകാൻ കരാട്ടെ ഫെഡറേഷൻ കേരള ചീഫ് കൂടിയാണ്. കേരളത്തിൽ പുണ്യതംഗത്തിന്റെ സംഘാടനത്തിൽ സവിശേഷ പങ്കാളി എന്ന നിലയിലും ശ്രദ്ധേയനായി. ഒട്ടേറെ സംരംഭങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹം. ശ്രീ KM നാരായണൻ. ശ്രീരത്നം ബഹിരാകാശ വിസ്മയങ്ങൾ എന്ന ഗ്രന്ഥം ഉൾപ്പെടെ എഴുത്തുകളുടെയും ഗവേഷണങ്ങളുടെയും വിസ്മയ ലോകത്ത് അനുപമ ബാലകൃഷ്ണൻ വേളൂർ സ്വദേശിനിയാണ്. അടുത്തത് മേജർ ഗോവിന്ദൻ. ശ്രീ ഗോവിന്ദൻ ശ്രദ്ധേയൻ. സംസ്ഥാനത്തെ അകത്തും പുറത്തുമായി NCCയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധൻ മേജർ ഗോവിന്ദൻ. മാരാർ പാരമ്പര്യ ചികിത്സകൻ. ശ്രീ PK രാമചന്ദ്രൻ മാസ്റ്റർ മംഗളം പ്രതീകദർശി, ഗ്രന്ഥകർത്താവ്, ഇരട്ടി സ്വദേശി, പള്ളി ഗ്രാമത്തിൽ ജനനം, ഇപ്പോൾ മട്ടന്നൂരിൽ താമസം. നല്ലൊരു ക്വിസ് മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം. ശ്രീ അശോകൻ മംഗളം പാചകരത്ന പുരസ്കാരം, രുചി, ശുചി, മേന്മ ഇവയുടെ അപൂർവ സംഗമം. ചന്ദ്രവിലാസ് ഹോട്ടൽ തലശ്ശേരിക്കാർക്ക് താല്പര്യം ഉണർത്തിയ സ്ഥാപനത്തിന്റെ അമരക്കാരൻ ശ്രീ അശോകൻ. ശ്രീ ഷിനോജ് കാഞ്ഞിലേരി. ശ്രീ പത്മനാഭൻ, പപ്പേട്ടിൽ നിന്ന് ഓമനത്വത്തോടെ നമ്മൾ വിളിക്കുന്ന ശ്രീ പത്മനാഭൻ മംഗളത്തിന്റെ ആദ്യകാല തലശ്ശേരിയിലെ ഏജന്റ് കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് മംഗളം നൽകുന്നത് പ്രശാന്ത്, മംഗളത്തിന്റെ ലേഖകനാണ്. തലശ്ശേരി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കതിരൂര് സർവീസ് സഹകരണ ബാങ്ക്, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, അതിനാണ് ഇനി പുരസ്കാരം. ബാങ്കിംഗ് രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യം കൈവരിക്കുന്ന ആ ബാങ്കിന്റെ പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് മികച്ച സഹകരണ ബാങ്ക്. പത്രം മാധ്യമം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ഞാൻ കേരള ആളല്ലല്ലോ, പുറത്തുനിന്ന് വന്ന ആളാണ്. അപ്പോൾ കേരളത്തിലെ ഈ പത്രമാധ്യമങ്ങൾ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിലെ ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ചെറിയതായിട്ടുള്ള ഒരു ന്യൂസായിട്ട് കണ്ടതാണ്. നേരത്തെ കുറച്ച് അതുക്ക് വേണ്ടിയുള്ള എല്ലാവരും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് ഇപ്പോഴത്തെ ഈ പത്ര പ്രാധാന്യം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. മേ ബി ബിക്കോസ് ഓഫ് ടെക്നോളജി വന്നിട്ടുണ്ട്, പിന്നെ നവമാധ്യമങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇതേപോലെ നിങ്ങൾ നോക്കുമ്പോൾ നേരത്തെയുള്ള പത്രം എന്താ പറഞ്ഞാൽ ഇപ്പൊ മംഗളം ഒരു പത്രമാണ്. 35ാമത്തെ ഒരു വാർഷികം ഒരു ചെയ്യുന്നുണ്ട്, വളരെ നല്ലതാണ്. ബട്ട് ഒരു പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ ആരെങ്കിലും ഒന്ന് എഴുതുന്നതാണ്, അതൊക്കെ ഒരു ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. എന്തെങ്കിലും തെറ്റ് എഴുതാൻ നമ്മൾ പോയിട്ട് ചോദിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞാലും ആരെങ്കിലും ചോദിക്കാൻ പറ്റും. എവിടെ പോകും നിങ്ങൾ ചോദിക്കാൻ?
നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം ഈ വാട്സാപ്പിൽ വന്നത് തന്നെ വലിയ വിഷയമാണ്, സത്യമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു പത്രം എഡിറ്റോറിയൽ എഴുതുന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങളെ ഒരു റിസർച്ച് ആവശ്യം വേണ്ടി വരും. ചുമ്മാ വന്നിട്ട് എന്തോ എനിക്ക് തോന്നുന്നത് വന്ന് അത് പറഞ്ഞിട്ട് ഒരാൾ എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങളായിട്ട് പത്രമാധ്യമ ആളുകൾ ഒരുപാട് ഇടപെടലുകൾ ചെയ്യാറുണ്ട്. 10 സമയം അവർ വിളിക്കും, സാർ ഇത് ഇങ്ങനെയാണോ, ശരിയാണോ, തെറ്റാണോ, പ്രതിയുടെ പേര് ഇതാണോ, കഥ എന്താണ്, ചിത്രങ്ങൾ എന്താണ്. കഥകൾ റോങ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. വന്നിട്ട് അത് പ്രിന്റായി പുറത്തു വന്നാൽ പിന്നെ തീർന്നു. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ നോക്കുമ്പോൾ വാട്സാപ്പിൽ എല്ലാ ഒരുപാട് ചെറുക്കന്മാരെല്ലാം ഉള്ളതല്ലേ, നമ്മുടെ വാട്സാപ്പിൽ എന്ത് എഴുതാം. അതൊക്കെ ഒരു അടിസ്ഥാനമൊന്നും ആവശ്യമില്ല. ചുമ്മാ ഒരു കഥ എഴുതാം, അത് അങ്ങനെ നടന്നതാണ്, അവിടെ ഇപ്പൊ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങനെ ഫേക്ക് വീഡിയോയുടെ കേസുകൾ എടുക്കാറുണ്ട്. ഏതോ ഫോർ എക്സാമ്പിൾ UP-ൽ നടന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ തന്നെ കുറച്ച് അടുത്ത കർണാടകയിൽ നടന്ന ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. അദ്ദേഹത്തെ ആദരിക്കുന്നത് ശ്രീ യതീഷ് ചന്ദ്ര TG കണ്ണൂർ റേഞ്ച്. താങ്ക് യു. കണ്ണൂർ ജില്ലയിലെ ഹെറിറ്റേജ് ഹാർമണി എന്ന നിലയിൽ ഇത് നടത്താൻ തീരുമാനമെടുത്തത് തലശ്ശേരിയിലാണ്. ഇത് തലശ്ശേരിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ മംഗളത്തേക്ക് പുതുതായിട്ട് വന്ന OC മോഹൻ രാജിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. മംഗളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 1981 എനിക്ക് എൻ്റെ 16-17 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തലശ്ശേരി വരുന്നത്. അന്ന് എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ തലശ്ശേരി വരുമ്പോഴത്തേക്ക് അന്ന് മംഗളത്തിൻ്റെ തുടക്കകാലം വീക്കിലിയുടെ ധാരാളം കൂടി വരുന്ന കാലമാണ്. അത് അന്നത്തെ കാലത്ത് മംഗളത്തിൻ്റെ പ്രിയപ്പെട്ട ഏജൻറ്റ് ശ്രീ പത്മനാഭൻ തലശ്ശേരിയെ ആയിരുന്നു. അന്ന് അദ്ദേഹത്തെ കണ്ടായിട്ട് ഞാൻ ചെറിയൊരു ഓർമ്മയുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ ഈ ചടങ്ങിൽ വന്നതിൽ സന്തോഷമുണ്ട്. പത്രമാധ്യമങ്ങളുടെ പ്രസക്തി കൂടുന്ന കാലമാണിപ്പോൾ, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയയുടെ. ഇപ്പോൾ നമ്മുടെ പ്രസംഗം കഴിഞ്ഞ പ്രിയപ്പെട്ട BIG സതീഷ് ചന്ദ്രയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇന്ന് ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിൽ വരുന്നത് 90-50%, 60% നുണകളാണ്. ഇത്തരം നുണകളാണ് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇത് സത്യാവസ്ഥ ആരും നോക്കുന്നില്ല. ഇത് 10 വർഷം മുമ്പുള്ളതാണോ അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ളതാണോ എന്ന് ആരും നോക്കുന്നില്ല. വലിയ ഈ സോഷ്യൽ മീഡിയയുടെ വരവ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാലമാണിത്. എന്നാൽ പെട്ടെന്ന് ന്യൂസുകൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ നല്ല വശങ്ങളുണ്ട്. പക്ഷേ നല്ല വശങ്ങളല്ല കൂടുതലും ആൾക്കാരിലേക്ക് വരുന്നത്. ആൾക്കാർ കൂടുതലായിട്ട് ചീത്ത വശങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പത്രങ്ങളുടെ പ്രാധാന്യം കൂടുന്നത്. ഒരു 24 മണിക്കൂറിൻ്റെ സമയമെടുത്താണ് ഒരു പത്രം പുറത്തിറങ്ങുന്നത്. ശ്രീ യതീഷ് ചന്ദ്രയോട് പറഞ്ഞ പോലെ എല്ലാ വാർത്തകളും സത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ പത്രങ്ങൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് നേരത്തെ പ്രാധാന്യം കുറഞ്ഞ പത്രങ്ങളുടെ വായന ഇപ്പോൾ കൂടി വരുന്നു എന്നുള്ളതാണ് പുതിയ പഠനം വരുന്നത്. അപ്പം അത് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാവും. ഇത്തരം മീറ്റിങ്ങുകൾ നമ്മൾ കൂടുതലായിട്ട് സംഘടിപ്പിക്കും. മലബാറിലെ മറ്റ് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണൂരിലെ മറ്റ് സ്ഥലങ്ങളിലും ഈ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഇന്നിവിടെ വന്നെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വൈകിയ വേളയിൽ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ പത്രം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ മംഗളം പ്രസിദ്ധീകരണം വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വായനാ ലോകത്തേക്ക് കടന്നു വന്നത്. അന്ന് ഏറ്റവും പ്രചാരമുള്ള ഒരു വാരിക മംഗളം വാരികയാണ്. അതിൽ നിന്നുള്ള ഊർജ്ജവും അതിനുള്ള ഒരു വായനാശീലം ഉൾക്കൊള്ളാനാണ് പിന്നീട് മറ്റ് പത്രങ്ങൾ വായിക്കാൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ പരിപാടി മംഗളം പത്രം നടത്തിയ ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും. ഇതൊക്കെ തന്നെ ഇന്നത്തെ സീരിയൽ പോലെ വൈകുന്നേരങ്ങളിൽ സീരിയലിന് കറണ്ട് പോയി കഴിഞ്ഞാൽ എത്ര ടെൻഷനാണോ നമ്മുടെ വീട്ടമ്മമാർ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ വരുന്ന ആ പത്രങ്ങൾ, ആ വീക്കൈകൾ വരുന്ന ദിവസങ്ങളിൽ ആ പറയുന്ന രൂപത്തിൽ ടെൻഷനോടുകൂടി നിന്നിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കഥ എഴുതാൻ തന്നെ
അയാൾ കഥ എഴുതുകയാണ് എന്ന ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ കഥ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും പ്രയാസപ്പെട്ടൊരു കാലം ഈ വീക്കിലികൾക്കും മറ്റുള്ള സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് അതൊക്കെ ഇന്ന് ഈ പത്രം വന്നപ്പോൾ അതിൻ്റെ ആ മാനം തന്നെ മാറ്റിക്കൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ട് എഴുതുന്ന പത്രങ്ങളായിട്ട് ഇന്ന് മാറുന്നു. ഇന്നും കാലത്ത് ജനങ്ങൾക്ക് എത്ര വാട്സാപ്പ് കണ്ടാലും എത്ര TV കണ്ടാലും കാലത്ത് പത്രം എടുത്തൊന്ന് വായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർക്കെതിരെയാണ് വാർത്തകൾ എഴുതാറ്. അത് തെറ്റല്ല. ജനാധിപത്യത്തിന്റെ കരുത്തും ശക്തിയും ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങളാണ്. രാഷ്ട്രീയക്കാർക്ക് തെറ്റുപറ്റിയാൽ, സമൂഹത്തിന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ സത്യസന്ധമായിരിക്കണം. ഇന്നത്തെ കാലത്ത്, പുതിയ കാലത്ത് ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പുറകെ മാധ്യമങ്ങൾ പോയിക്കൂടാ. മംഗളം അങ്ങനെ പോയി എന്നല്ല, മംഗളം അങ്ങനെ പോകാൻ പാടില്ല. മംഗളത്തിന് അങ്ങനെ പോകാൻ സാധിക്കില്ല. MC വർഗീസ് രൂപപ്പെടുത്തിയ മംഗളം അങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. കണ്ണൂരിലെ പത്രക്കാരിൽ ഏറ്റവും നന്നായി വസ്ത്രം ധരിക്കുന്ന, പാൻറ്റൊക്കെ കറക്റ്റ് ഇൻസൈഡ് ചെയ്ത് പേനയെല്ലാം കൃത്യമായിട്ടും പോക്കറ്റിൽ വളരെ ഭംഗിയോടെ വരുന്ന ഒരു മാധ്യമമാണ്. കണ്ണൂർ ഫോർട്ട് റോഡിലാണ് അവർ ഓഫീസ്. എൻ്റെ ഓർമ്മ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഞങ്ങളടുക്ക് കത്തല്ല എഴുതായിരുന്നു ഇദ്ദേഹത്തിന് പോയതിനു ശേഷം. അദ്ദേഹത്തെ 37 വർഷത്തിന് ശേഷം അസീസിനെ പറ്റി. പിന്നെ മംഗളത്തിൻ്റെ ഈ അസീസായാലും OC മോഹൻ്റെ അതൊക്കെ തലശ്ശേരിയുടെ പ്രൊഡക്റ്റാണ്. തലശ്ശേരിയാണ് ഇവരുടെയൊക്കെ കളി. പിന്നെ മംഗളത്തിൻ്റെ കഥയൊക്കെ ഇവർ പറഞ്ഞല്ലോ. നമുക്ക് ഈ ഇവിടെ വന്നു നിൽക്കുമ്പോൾ ആ പഴയ കാലം ജോൺ ബിട്ടാസ്, EM അഷ്റഫ്, PP ശശീന്ദ്രൻ, സുദിനം ബാബു, OCയൊക്കെ ആ കാലഘട്ടത്തിലുണ്ട്. ഇങ്ങനെ കുറേ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ കണ്ണൂരിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാധ്യമം 87 തുടങ്ങുന്നു. മാധ്യമത്തിൻ്റെ ആസ്ഥാനം തലശ്ശേരിയാണ്. ജിഫ്രി എന്ന് പറയുന്ന ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ പേരിലുള്ള ഡിക്ലറേഷൻ ആയിരുന്നു മാധ്യമ ദിനപത്രം. മംഗളത്തിന് എല്ലാവിധ മംഗളം നേർന്നുകൊണ്ട് ആദ്യം തന്നെ ഞാൻ 1-2 വാക്കുകളിലേക്ക് മാത്രം കിടക്കുക. ബഹുമാനപ്പെട്ട DIGയുടെ പറഞ്ഞതിൽ വെച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞില്ലേ, പത്രങ്ങള് അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ ഇതൊക്കെ ഒരു 6 വർഷം മുമ്പേ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് എടുത്ത് പൊക്കിച്ച് ഒരു ദിവസം കൊണ്ടുപോയിട്ടിടുക. ഇന്നലെ ഉണ്ടായ പോലെ ആ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന രൂപത്തിലാണ്. ഒരു സ്ഥാപനത്തിനെ സംരക്ഷിക്കാനും ശിക്ഷിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് പത്രം. ഇപ്പൊ മറ്റൊന്ന് മാധ്യമത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാലും അല്ല. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ, എജി ചന്ദ്ര, വേദിയിലും സാധിച്ചിരിക്കുന്ന ബഹുമാനി വ്യക്തികളോട് എല്ലാവർക്കും പങ്കെടുത്തതിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി അവസാനിച്ചു.